അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സയ്യിദ് അവർകളെ, മറ്റ് SKSSF നേതാക്കന്മാരെ, പ്രിയ സുഹൃത്ത് ജഡ്ജി അബ്ദുറഹിമാൻ മാസ്റ്റർ, അതേപോലെ മറ്റു ഉസ്താദുമാരെ, വിദ്യാർത്ഥികളെ, ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. താമരശ്ശേരി മേഖല SKSSF സംഘടിപ്പിച്ച സർഗലയം പ്രൗഢോജ്വലമായി തന്നെ ഇവിടെ പരിസമാപ്തി കുറിക്കപ്പെടാൻ പോവുകയാണ്. ഇശലുകളുടെ മനോഹരമായ പൂനിലാവ് പെയ്തിറങ്ങിക്കൊണ്ടിരുന്ന ഈ മനോഹരമായ സദസ്സിൽ ശ്രവണസുന്ദര മധുര മനോഹര നയന മനോഹരമായ പരിപാടികളാണ് ഇവിടെ സമാപിച്ചിരിക്കുന്നത്. ഈ മേഖലയിലുള്ള വിവിധ ശാഖകളിലെ പ്രിയപ്പെട്ട കലാകാരന്മാർ വളരെയേറെ ആവേശത്തോടുകൂടി, അതിലുപരി അഭിമാനത്തോടുകൂടി ഈ വേദിയിൽ കയറി നടത്തിയ ഓരോ പരിപാടിയും ഞങ്ങളെ ഏറെ ആകർഷിപ്പിച്ചു എന്നത് വളരെയേറെ സന്തോഷം ഉള്ള ഒരു കാര്യമാണ്. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഇവിടെ വിധി നിർണയത്തിന് വേണ്ടി പ്രഭാതം മുതൽ പ്രദോഷം വരെ ഇവിടെ ഇരുന്നപ്പോ ഒരാൾക്കും, അർഹതപ്പെടാത്ത ഒരാൾക്കും ഞങ്ങൾ സ്ഥാനം നൽകിയിട്ടില്ല. അഥവാ ഓരോ സ്ഥാനത്തേക്കും ഞങ്ങൾ ഇവിടെ സ്ഥാനങ്ങളും രേഖപ്പെടുത്തിയത് അർഹതപ്പെട്ടവർക്ക് മാത്രമാണ്. 100% അങ്ങനെ തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആരും ഒരു പരാതിയുമായിട്ട് ഈ നിമിഷം വരെ വന്നിട്ടില്ല. സംശയങ്ങൾ ഓരോരുത്തർ ചോദിച്ചിരുന്നു. അതവർക്ക് വീണ്ടും ആ പരിപാടികളിൽ ഉന്നതരാകാനുള്ള ആകാംക്ഷയാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഈ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ അഹോരാത്ര കഠിനാധ്വാനം ചെയ്ത ഇതിന്റെ നേതാക്കന്മാർ, SKSSFന്റെ കർമ്മോത്സുകരായ പ്രവർത്തകർ, അവരെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരം പരിപാടികളിൽ സംബന്ധിക്കുമ്പോൾ ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ നിയമങ്ങൾ ഒന്നുകൂടി നിങ്ങൾ പരിശോധിക്കണമേ എന്ന് മാത്രമാണ്. കാരണം നല്ല കലാരംഗത്ത് ഉത്തുംഗ സോപാനത്തിൽ തന്നെ ഉള്ളവർ ഒരുപക്ഷെ ഈ നിയമം ഒരു സെക്കൻഡ് നോക്കാൻ മറന്നു പോയത് കൊണ്ടായിരിക്കാം ചിലപ്പോ സ്ഥാനം നഷ്ടപ്പെട്ടുണ്ടായേക്കാം. അതുകൊണ്ട് മാത്രം സൂചിപ്പിക്കുകയാണ്, ജില്ലാ തലത്തിലേക്ക് ഇവിടെ ഫസ്റ്റ് കിട്ടിയ ഓരോ ടീമും, അല്ലെങ്കിൽ ഫസ്റ്റ് കിട്ടിയ ആ വിദ്യാർത്ഥികൾ ജില്ലാ തലത്തിലേക്ക് നിങ്ങളുടെ പരിപാടികൾ അത് പെർഫോം ചെയ്യാൻ വേണ്ടി പോകുമ്പോ ഒരിക്കൽ കൂടി ആ നിയമവും അതിന്റെ റിഹേഴ്സലും എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഗ്രൂപ്പ് സോങ്, അത് മാപ്പിളപ്പാട്ടുണ്ട്, മലയാളമുണ്ട്. മാപ്പിളപ്പാട്ടിൽ 5 പേരാ വേണ്ടത്, മലയാളത്തിൽ 3 പേരാ വേണ്ടത്. ദഫ്മുട്ട്, അതേപോലെ ബുർദ ആലാപനം, അതിലൊക്കെ ഉള്ള നിയമങ്ങൾ എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. വീണ്ടും ചോദിച്ചു, ശ്രുതി എങ്ങനെയാണ് സാർ എന്ന് ചോദിച്ചു. അതേപോലെ താളം, ശ്രുതി, ലയം, ഈണം എല്ലാം പാട്ടിലുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ജില്ലാ തലത്തിലേക്ക് അയക്കുന്ന അതിന്റെ അധ്യാപകർ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരും. ഇനി വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ എന്നെയും എന്റെ കൂടെയുള്ളത് പ്രഗത്ഭനായ ഒരു ജഡ്ജാണ് അബ്ദുറഹിമാൻ മാസ്റ്റർ. വലിയപറമ്പ് സ്കൂളിൽ നിന്നും ഹെഡ് മാസ്റ്ററായി റിട്ടയർഡ് ചെയ്ത മഹാനവറുകളാണ് എന്റെ കൂടെ ഉള്ളത്. അപ്പൊ അത്തരം കാര്യങ്ങൾ സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ശ്രുതി എന്നത് ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. നമുക്ക് എല്ലാവർക്കും നമ്മളെ വായിൽ വരുന്ന ഒരു പാട്ടാണ്. മാണിക്യ മലരായ പൂവി മഹദിയാം ഖദീജ ബീവി, മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. ആ ഒരു പാട്ട് ഞാനൊരു ശ്രുതിയിൽ പാടി. ആ ശ്രുതി ഇറക്കി പാടുമ്പോ ഞാൻ ഫസ്റ്റ് പാടിയ ശ്രുതി തന്നെ പാടുന്നു, അതിനിടയിൽ ആ ശ്രുതി ഇറക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക. മാണിക്യ മലരായ പൂവി മഹദിയാം ഖദീജ ബീവി, മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നു. മനസ്സിലായില്ലേ? രണ്ടാമത്തെ ആ ലൈൻ ഞാനൊന്ന് ശ്രുതി ഇറക്കി പാടി.
അപ്പൊ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഇവിടെ സമയം കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ല, അതുകൊണ്ടാണ് ഇലാഹായ പൂരാനോട് ഈരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്കു കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. അതിൽ ലയമുണ്ട്, താളമുണ്ട്. അപ്പൊ ലയിച്ചും പാടണം. അത് ലയം എന്നത് താളത്തിലുണ്ട്. ഒക്കെ വിശദമായി പറയണമെങ്കിൽ മറ്റൊരു സമയം വേണം. അതുകൊണ്ട് ഞാൻ ഈ വിധി പ്രഖ്യാപിക്കാൻ വേണ്ടി ദഫ് അവസാനമായി നമ്മളൊക്കെ നയനമനോഹരമായ ഒരു ദഫ് പ്രദർശനം 2 ടീം ഇവിടെ നടത്തി. അവരുടെ ഫലം പ്രഖ്യാപിക്കാൻ വേണ്ടി എന്റെ പ്രിയ സുഹൃത്ത് പ്രഗത്ഭനായ ജഡ്ജി അബ്ദുറഹ്മാൻ മാസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അതോടൊപ്പം നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ള ഇതൊരു സേവനം മാത്രമാണ്. 10 മണി മുതൽ ഇത്തരം സമയം വരെ ഇങ്ങനെ ഇരുന്ന് വളരെയേറെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരേ ഇരുത്തത്തിൽ ഇരിക്കുക എന്നത് എന്റെ മുബഷിർ സാറൊക്കെ ജഡ്ജിന് പോയിട്ട് അറിയാം. അപ്പൊ അത് വലിയൊരു സേവനം മാത്രം. തരുന്നതൊന്നും ഇതിലേക്ക് അൽഹംദുലില്ലാ വളരെ ബർക്കത്താണ്. അതുകൊണ്ട് അതോ വലിയ സംഖ്യ അല്ല, എന്നാൽ ആ കിട്ടുന്നത് വലിയ ബർക്കത്താണ്. പക്ഷെ നിങ്ങളൊക്കെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ. പ്രിയപ്പെട്ട തങ്ങളോടൊക്കെ പ്രത്യേകം ആ ദുആയിൽ നിങ്ങളൊക്കെ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ എന്ന് ഓർമ്മപ്പെടുത്തി ആഖിർ ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ ആത്മാർത്ഥതയുള്ള സംഗമം